ഹലോ, എന്തിൻ്റെ ആവശ്യമല്ലോ? ഞാൻ വരുന്നുണ്ട്. ഏയ് പിന്നെ എൻ്റെ ഫ്രണ്ട് ചാന്ദിനി വന്നിട്ടുണ്ടേ. ഓക്ക് നാളെ ഇൻ്റർവ്യൂ ഉണ്ട് ടൗണിൽ. പിന്നെ ഒരു കാര്യം, ഉച്ചക്കത്തെ ചോറും കറി എപ്പോൾ ഒപ്പിക്കുന്ന പോലെ ഇന്നാവരുതേ. ഓളം മുന്നിലായിട്ട് എന്നെ കുറവാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ തനിക്കോണം കാണും. പറഞ്ഞിട്ടില്ല എന്ന് വേണ്ട. എൻ്റെ ഈ ആഴ്ചത്തെ കംപ്ലീറ്റ് കണക്കൂട്ടലും തെറ്റിയല്ല എൻ്റെ മുത്തപ്പ. പിന്നെ ചിക്കൻ മേടിക്കണേ, പിന്നെ രാവിലത്തേക്ക് എന്തെങ്കിലും വാങ്ങണേ. ഓളം മുന്നിൽ എന്നെ നാട്ടിക്കരുതേ പ്ലീസ്. സുനീറിൻ്റെ അടുത്ത് നിന്ന് 2 അയില വാങ്ങിച്ചാൽ പോരെ? ഒന്ന് പൊരിച്ചു കൊടുത്തോ, ഒന്ന് തേങ്ങ അരച്ചിട്ട് ചാറും വെച്ചോ. അതാവുമ്പോൾ രാവിലെയും കൂട്ടാലോ സുലു. നിങ്ങൾ 2 അയില അത് മേടിച്ചിട്ട് ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓ, തീരുമാനമായി. ഓള് പറഞ്ഞതാ, കെണിഞ്ഞല്ല എൻ്റെ മുത്തപ്പ. അല്ല സുരേഷേട്ടാ, ബൈക്ക് വണ്ടിയും വെച്ചിട്ട് നിങ്ങളടുത്തേക്കാണ്? റോട്ടിനടാ, അല്ലറ ചില്ലറ സാധനം മേടിക്കണം, ഒരു വിരുന്നുണ്ട്. അതിനെന്തിനാ സ്കൂട്ടർ സ്റ്റാൻഡിടുന്ന്? റോട്ടിന് വേണ്ടേ? നിനക്ക് പറയുന്നതിന് എന്തുണ്ട്? പെട്രോളിന് 100-ന് മേലെയാണ്. ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ തന്നെ ഇന്നത്തെ കോട്ട തീരും. കണ്ടേനും കടിയേനും സ്കൂട്ടർ എടുക്കാൻ നിന്നാൽ മാസം അവസാനമാകുമ്പോൾ ട്രൗസർ വരും. അല്ലെങ്കിൽ തന്നെ നക്കി തുക്കിയിട്ടാണ് മാസം കഴിഞ്ഞു പോകുന്നത്. നിനക്ക് പിന്നെ പെട്രോൾ വേണ്ടടാ. ഷാജി, നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് തന്നെ അജീൻ്റെ വീടിലാക്കിയ. നക്കി തൂക്കി നടന്നു പോയാൽ മതി. ആ സ്കൂട്ടറിൻ്റെ ടയർ ഇടക്കൊന്ന് തുടച്ചാളി. ഇങ്ങനെ ഒരു പിശുക്കൻ എൻ്റെ സുരേഷേട്ടാ. പടക്കുന്ന മത്തി പടക്കുന്ന ഇതാ ചാമ്പിക്കോ. സുരേഷേട്ടാ, പടക്കുന്നയിലുണ്ടേ, വള പൊക്കിക്കോ. പടക്കുന്നയില. അയില നല്ല ഉറക്കത്തിലാന്നല്ല, നീയല്ലേ പൊട്ടോട് പടക്കുന്നത്. എന്തെങ്കിലും ആട്ട്, നീ ഒരു 4 അയില എടുക്ക്. 4 അയിലക്ക് എത്ര പൈസയാവും? സാധാരണ 2 എണ്ണം പോക്ക്, ഇന്നൊന്നും ഒരു 4 പോയിന്. ഒന്നും പറയണ്ട, ഒരു വിരുന്നുണ്ട്. ഓളെ ചങ്ങായി പണ്ടാരടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ 4 അയിലോണ്ട് പോന്ന് വല്ല ചിക്കനായിട്ട് മണിക്കാണ്ട്. കോഴിയൊന്നും കൂട്ടണ്ട, അയിലച്ചാറ് കൂട്ടിയാൽ മതി. നിങ്ങൾ ഒടുക്കത്തെ പിശുക്കാന്ന് സുരേഷേട്ടാ. അറിഞ്ഞിട്ടില്ലേ, ഇന്ന് ചിക്കന് 100 രൂപയുള്ളൂ കിലോന്. 100 കുറഞ്ഞ? നിക്ക്, അയില എടുക്കണ്ട. ഞാൻ ഷാജാൻ്റെ കോഴിപ്പീടി പോയി നോക്കട്ടെ. അതാകുമ്പോൾ പേരിന് കോഴിയായി, പൈസയും കുറവ്. ഞാൻ വരാം. എന്നാലും എൻ്റെ സുരേഷേട്ടാ, അല്ല, എന്തിന്നാ ആണി വൈക്ക്? ഷാജാനെ, 1 കിലോ കടുക്ക മതി. ചെറുതൊന്ന് നോക്കി പിടിച്ചോ. സുരേഷ, നീ ഒരു കാര്യം ചെയ്. എൻ്റെ വീട്ടിൽ പോയിട്ട് കൂട്ടിലുണ്ടാവും 2 കുഞ്ഞൻ കോയി. എൻ്റെ ഓളോട് പിടിച്ചു തരാൻ പറ. അത് രണ്ടും ഏകദേശം 1 കിലോ കാണും. നീ കറി വെക്കുവോ വളർത്തുവോ എന്തെങ്കിലും ചെയ്. അല്ല പിന്നെ ഷാജാനെ, നീ അധികം കളിയാക്കൊന്നും വേണ്ട. എന്തെങ്കിലും ആട്ടെ, നീ ഒരു 1.5 കിലോൻ്റെ കോഴി എടുക്ക്. എന്നാലും എൻ്റെ സുരേഷ, എന്നാന്ന് ഞാൻ വരുന്നുണ്ട്. പിന്നെ പഞ്ചസാര തീർന്നിനെ, കുറച്ച് മേടിക്കണേ. പാട്ട കുറച്ചാൽ മതി.
2 ദിവസത്തേക്കുള്ളത് കിട്ടും. ഒരാഴ്ചത്തേക്കുള്ള പൈസ പൊട്ടിയിട്ടാണ് ഞാൻ തരുന്നത്. ഈ മാസം ഞാൻ തിരിക്കട്ടം തിരിയല്ല എൻ്റെ മുത്തപ്പ. സുരേഷ് ചേട്ടാ പൈസ ഞാൻ തരാം, എന്നെ നാട്ടിക്കല്ലേ പ്ലീസ്. പൈസ തരാനാ? നിനക്ക് തരുന്നാണോ പൈസ? നിന്റെ അച്ഛൻ തന്നതാ? നീ എൻ്റെ കീശി നിസ്കിയതല്ലേ? ഒന്ന് ഫോൺ കട്ട് ചെയ്താ ഞാൻ വരുന്നുണ്ട്. എന്നാ സുരേഷ് ചേട്ടാ വണ്ടിക്ക് പറ്റിയേ? ഇന്നലെ ഫുൾ ടാങ്ക് അടിച്ചതാന്നല്ല, സ്റ്റാർട്ടിങ് ട്രബിളാ? ആ എന്താണെന്ന് അറിയില്ല, സ്റ്റാർട്ടാകുന്നില്ല. എനിക്കിതൊന്നും സ്റ്റാർട്ടാകുമെന്ന് തോന്നുന്നില്ല. സുരേഷ് ചേട്ടാ, ഞാൻ പറയാറില്ലേ എൻ്റെ ഫ്രണ്ട് ചാന്ദിനി. ഹായ്. സുരേഷ് ചേട്ടാ, സുരേഷ് ചേട്ടാ പോയി കുളിച്ചിട്ട് വാ, പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. കേട്ടോ ചാന്ദിനി, സുരേഷ് ചേട്ടന് പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നീ വന്നോണ്ട് മാത്രമൊന്നുമല്ല കേട്ടാ. മുത്തപ്പ, ഒരാഴ്ചത്തേക്കുള്ള പാലും പഞ്ചസാരയും. സുരേഷ് ചേട്ടാ, ഇതിൻ്റെ അത് ചിക്കൻ ഇല്ലേ? കേട്ടോ ചാന്ദിനി, സുരേഷ് ചേട്ടന് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം ചിക്കൻ വാങ്ങും അല്ലേ സുരേഷ് ചേട്ടാ? പിന്നില്ലേ, ഓഫീസിലെ പ്രഹ്ലാദം പറഞ്ഞ് ചിക്കൻ കഴിക്കാൻ പറ്റില്ല. ചിക്കൻ കംപ്ലീറ്റ് മരുന്ന് കുത്തി വെച്ചിട്ടല്ലേ വരുന്നത്. അത് പ്രഹ്ലാദനി, സുരേഷ് ചേട്ടനൊന്നും വരൂല. ബാ ചാന്ദിനി, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാല. ബാ. സുലു, കറിയല്ലേ നല്ലത്? എനിക്കതാ ഇഷ്ടം. കറിയാണെങ്കിൽ രാവിലത്തേക്ക് പോയി, ഇതിപ്പോൾ അരിയും പോയി. നേരിയരിക്കല്ല എന്താ ഇപ്പം വില? ഇവളിത് എന്ത് ഭാവിച്ചാ? സുലു, നീ ഭക്ഷണം എടുത്ത് വെക്ക്. ചാന്ദിനിക്ക് വിശക്കുന്നുണ്ടാവും. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ലേ? ചിക്കൻ ഫ്രൈ അല്ല, നിങ്ങൾ ഇളക്കാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. പ്രാവിനെ പോലത്തെ ചെറിയ കോയിനെ വാങ്ങിയിട്ട് ചിക്കൻ ഫ്രൈ. ഓക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഓള് നിന്നോളൂ. ഓളെ മുന്നേ നാടൻ കടാണ്ടൊക്കെ ഞാൻ പെടാപാട് പെടുകയും നിങ്ങൾ ആളെ മുന്നിൽ നിന്ന് ഷോ കാണിക്കുന്നു. ഓള് നാളെ അങ്ങ് പോകും. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. മടിയൊന്നും വിചാരിക്കണ്ട. ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നിട്ടൊന്നും കഴിക്കാണ്ടൊന്നും നിൽക്കണ്ട. ആവശ്യത്തിന് തിന്നോളണം. അയ്യോ, ഇതന്നെ ധാരാളം. രാത്രിയിൽ ഭക്ഷണം അത്ര നിർബന്ധമൊന്നുമല്ല എനിക്ക്. പിന്നെ ചിക്കൻ അത്ര ഇഷ്ടമല്ല. അല്ലെങ്കിലും ചിക്കൻ അത്ര നല്ലതൊന്നുമല്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്നെന്തെങ്കിലും വാങ്ങാം. അയ്യോ, ഒരു ദിവസത്തേക്കല്ലേ, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഏടെ ഇന്റർവ്യൂ? എത്ര മണിക്കാന്ന്? വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി കൊണ്ടാക്കാം. ഓ ആയിക്കോട്ടെ, രാവിലെ 10 മണിക്കാണ്. ഓ 10 മണിക്കാ? ഞാൻ ഓഫീസിലെത്താൻ വൈകുമല്ല. ഏയ് വേണ്ട ചാ, ചേച്ചിനെ നാളെ കോളേജിൽ പോകുമ്പോൾ കൂട്ടിക്കോളാം. എനിക്ക് മതി, എനിക്ക് വയറുറങ്ങി. ഒന്നും കഴിച്ചില്ലല്ലോ. ഇന്നത്തേക്കായി വയറ് നിറഞ്ഞിട്ടുണ്ടാവും. നീയല്ലേ പറഞ്ഞത് ആള് ഭയങ്കര പിശുക്കനാണെന്ന്? ആള് നല്ല കെയറിങ് ആണല്ലോ. നീ ഭാഗ്യവതിയാണ്. എന്റെ മോളെ, കൂടെ കിടക്കുന്നാക്കല്ലേ അതിന്റെ രാപ്പനെ അറിയൂ. നീ ഇല്ലോണ്ടാന്ന്, ഇല്ലെങ്കിൽ കാണായിരുന്നു ഇവിടുത്തെ പുകിരി. ആള് നല്ല ജെന്റിൽമാനാണ്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു.
എത്ര നാളായി ഞാൻ പറയുന്നു ഒരു നല്ല ബെഡ്ഷീറ്റ് വാങ്ങാൻ. ആരെങ്കിലും വന്നാൽ നാണം കണ്ടേണ്ടി വരും. ഉയ്ഷ്, എന്തൊരു വിധിയാന്ന് ദൈവമേ. ഓള് ഏത് റൂമിലാ കിടക്കുന്നു? എന്തിനാ ഇവിടെ കിടത്തണാ? അല്ല, നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. അയ്യടാ, അന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട, അനങ്ങാണ്ട് വന്ന് കിടന്നോ. ആ
മാസം കറണ്ടിൻ്റെ പൈസ എടുക്കാൻ പെടുന്ന പാട് ഫാൻ ഇട്ടിട്ട് കിടന്നാൽ മതി. എന്നാലും എന്റെ സുരേഷ് ഏട്ടാ